മധ്യ കേരള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കർഷകരുടെ കൂട്ടായ്മയായ മധ്യ കേരള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ കടുത്തുരുത്തി പൂഴിക്കോൾ ഫാക്ടറി ഹാളിൽ വെച്ച് ഓണാഘോഷം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ആൻമരിയ ജോർജ് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. മധ്യ കേരള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ വൈസ് ചെയർമാൻ MB മനോജ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വച്ച് മികച്ച കർഷകരായ ജോണി ചെഞ്ചേരി, രഞ്ജിത സലിം എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് വെള്ളൂർ ഡിവിഷൻ മെമ്പർ വിജയമ്മ ബാബു മുഖ്യപ്രഭാഷണം നടത്തി. കമ്പനി ചെയർമാൻ സാജു കുര്യൻ, മുളക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി സുരേഷ്, വൈസ് പ്രസിഡന്റ് ജെഫി ജോർജ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മിനി പ്രദീപ്, മഞ്ജു ബെഞ്ചമിൻ, കമ്പനി ഡയറക്ടർമാരായ സെബാസ്റ്റ്യൻ കൗട്ടൂർ, ജോൺ ജോസഫ്, ഏലിയാസ് പുളിങ്കാട്, കമ്പനി CEO അനീഷ്, തോമസ് തോട്ടുപുറം, രാജീവ് മുളക്കുളം, VC സ്കറിയ, മാത്യു പെരുവ തുടങ്ങിയവർ സംസാരിച്ചു. ആളാണെങ്കിൽ പോലും ആ സമയത്തും ഞാൻ കൃഷി ചെയ്തിട്ടാണ് ഞാൻ സ്കൂളിലും കോളേജിലും പോയി പഠിച്ചത്. ഞാൻ തന്നെ എൻ്റെ ആവശ്യത്തിനുള്ള മുഴുവൻ ചെലവുകളും എൻ്റെ അധ്വാനം കൊണ്ട് തന്നെ നിർവഹിച്ച് ഞാൻ ഇത്രയും വിദ്യാഭ്യാസം നടത്തി. ഞാൻ അഗ്രികൾച്ചർ ഡിപ്ലോമ ഹോൾഡർ കൂടിയാണ്. നമ്മൾ തീരുമാനിച്ചത് ഇന്നലെ വൈകിട്ടാണ് നമ്മളത് വിളിച്ച് ഞാൻ തോമാച്ചനോട് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നമ്മളിവിടെ ഒരു ഫാക്ടറി കാര്യങ്ങളൊക്കെ ഇവിടെ വന്നപ്പം ഇവിടെ അയൽവാസികളും ഇവിടെ തൊട്ടടുത്തൊക്കെ താമസിക്കുന്ന ഈ കാർഷിക വൃത്തിയിൽ വലിയ താല്പര്യമൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ചേർത്ത് പിടിച്ച് അവരുടെ എല്ലാം സഹായ സഹകരണങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് നമുക്ക് അവരെല്ലാം വിളിച്ച് ഇവിടെ വരുത്തണം. അവർക്കൊരു ഓണസദ്യ കൊടുക്കണം. എല്ലാവരും വീട്ടിൽ ഓണവും സദ്യയൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെ അവരെ ക്ഷണിച്ച് വരുത്തി നിങ്ങളെ അതിഥികളായി നിങ്ങളെ അംഗീകരിച്ച് സ്വീകരിക്കുമ്പോൾ ആ ചടങ്ങിന് വലിയൊരു മഹാത്മ്യമുണ്ട്. ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ആഭിമുഖ്യത്തിലുള്ള ഓണാഘോഷ പരിപാടിയാണെന്ന് കടുത്തുരുത്തിയിൽ ഞങ്ങളുടെ പൂഴിക്കോൾ ഫാക്ടറി വെച്ച് നടക്കുന്നത്. കർഷകനിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേനും ഇന്നിപ്പം എൻ്റെ അടുത്ത് ആദ്യം വന്നപ്പോഴേ എൻ്റെ ഒരു മാറ്റി നിർത്തി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഇവിടെ എല്ലാ സമൂഹങ്ങളിലുമുള്ളവർക്ക്, എല്ലാ തുറകളിലുമുള്ള ആളുകൾക്ക് സബ്സിഡി അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് അനുബന്ധമായിട്ടുള്ള ഓണ അലവൻസുകളൊക്കെ പ്രഖ്യാപിച്ചു. ഞാനും ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ്. എൻ്റെ അച്ഛനൊരു കർഷകനായിരുന്നു. ഞങ്ങൾക്ക് അവിടെ എൻ്റെ സ്വന്തം വീട് ചെമ്പ് പഞ്ചായത്തിൽ തുരുത്തുമേലാണ്. താറാവ് കൃഷി ഉണ്ടായിരുന്നു, നെൽകൃഷി ഉണ്ടായിരുന്നു, ഏത്തവാഴ കൃഷി ഉണ്ടായിരുന്നു, പിന്നെ പച്ചക്കറിയൊക്കെ കുറച്ച് ഒക്കെ. ഞങ്ങൾ വെള്ളം കയറുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ വീട്. ഇപ്പോൾ വെള്ളപ്പൊക്കം ഇല്ല. അപ്പോൾ അങ്ങനെ ഞാനും ഒരു കർഷക കുടുംബത്തിൽ തന്നെ ജനിച്ചു വളർന്നതാണ്. ഇവിടെ വന്നിട്ടും ഈ തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ വന്ന് 3 പ്രാവശ്യം പഞ്ചായത്ത് മെമ്പറായിരുന്നു ഞാൻ. ന്യൂസ് ഡെസ്ക് വൈക്കം ഡെയിലി ന്യൂസ്.